ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച CRPF ജവാൻ വിഷ്ണുവിന് കണ്ണീരോടെ വിട നൽകി ജന്മനാട്. വൻ ജനാവലിയാണ് വിഷ്ണുവിന് ആദരാഞ്ജലി അർപ്പിച്ചത്. കരിമൺകോട് ശാന്തികുടീരം പൊതുശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതിയോടെയായിരുന്നു സംസ്കാരം. ഒരു നോക്ക് കാണാൻ പോലുമാകാത്ത വേദനയോടെ ഒരു നാട് മുഴുവൻ ധീരജവാന് വിട നൽകി. പുലർച്ചെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച ഭൗതിക ശരീരം രാവിലെ താന്നിമൂട് ചുണ്ടകരിക്കകത്തെ വിഷ്ണു പണിത പനോരമ എന്ന വീട്ടിലേക്കാണ് ആദ്യം എത്തിച്ചത്. തുടർന്ന് പൊട്ടൻചിറയിലെ കുടുംബ വീട്ടിലേക്ക്. നിറകണ്ണുകളുമായി വീട്ടിൽ മകനെ കാത്തിരുന്ന അച്ഛൻ്റെയും അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും മുന്നിലേക്ക് വിഷ്ണു വന്നത് ചേതനയറ്റ്. പൊതുദർശനത്തിനു ശേഷം 10 മണിയോടെ വിലാപയാത്ര പുറപ്പെട്ടു. നന്ദിയോട് ജംഗ്ഷനിലും വിഷ്ണു പഠിച്ച SKV ഹയർ സെക്കൻഡറി സ്കൂളിലും പൊതുദർശനം നടത്തി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്കൂളിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർ കുടുംബ വീട്ടിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു. തുടർന്ന് പാലോട് കരിമൺകോട് ശാന്തികുടീരം പൊതുശ്മശാനത്തിലേക്ക് അന്ത്യയാത്ര. 10 വർഷം രാജ്യത്തിനായി സേവനം ചെയ്ത വിഷ്ണുവിനായി CRPFന്റെ ഗൺ സല്യൂട്ട്. തിരുവനന്തപുരം.